ഹായ് ഹലോ ഇറ്റ്സ് മീ എന്ന നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവർക്ക് സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇത് സാറ്റർഡേ സൺഡേ എന്നല്ല, ഇവർക്ക് ഇപ്പോൾ എക്സാംസ് നടക്കണം. കാരണം ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല, നാളെ ഉണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാവില്ല, അങ്ങനെയാണ് കേട്ടോ പോണത്. സോ അപ്പം ഇന്ന് കുറേ ലേറ്റായിട്ടാണ് നമ്മൾ എണീറ്റപ്പോൾ ഞാൻ പാല് തിളപ്പിക്കുകയാണ് ചെയ്തേട്ടോ. രാവിലെ തന്നെ ബൂസ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ പാല് തിളപ്പിച്ച് ബൂസ്റ്റ് ഇട്ടു. ബൂസ്റ്റ് ഇപ്പോൾ ഒരു ലിക്വിഡ് ഫോമിലാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൂസ്റ്റ് കട്ട പിടിച്ചു. പുതിയതായിട്ട് വാങ്ങിയതായിരുന്നു എയർടെറ്റിനായിട്ടുള്ള ഒരു കണ്ടെയ്നർ തന്നെയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, കട്ട പിടിച്ച് പോയി. അവ കളയാൻ തോന്നണില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫ്രിഡ്ജിനകത്താണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ ലിക്വിഡായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചോറാണ് ഞാൻ കുക്കറിൽ വെച്ചത്. സോസേജ് കൂട്ടി കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഉച്ചയോട് അടുത്ത് തുടങ്ങിയിട്ടാണ് എണീറ്റ് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കാര്യമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണ്ടെന്ന് വെച്ചാൽ കുക്കറിൽ ഒരു ഇത്തിരി ചോറ് വെച്ചു. പിന്നെ സോസേജും കൂടെ ഫ്രൈ ചെയ്ത് ഇത് രണ്ടും കൂടെ കൊടുത്തു വിട്ടാം. പിന്നെ നമ്മൾ ഉച്ചക്കലേക്ക് ബിരിയാണി വെക്കാമെന്നാട്ടോ വിചാരിച്ചത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുത്തു കേട്ടോ. പട്ട, കരയാമ്പൂ, ഏലക്ക, കുരുമുളക്, ബേ ലീഫ് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ജീരകശാല റൈസിന് ഞാൻ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1 കപ്പിന് 1.25 കപ്പ് വെള്ളം എന്നാണ് കേട്ടോ. ഈ സെയിം ടൈം വലിയ റൈസ് ഉണ്ടല്ലോ, മദീന അതുപോലെ അലിബാബ അങ്ങനത്തെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് എടുക്കും കേട്ടോ വെള്ളം. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ച റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്ത് റൈസ് മൂടി വെച്ചു കേട്ടോ. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി അത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. ഇത് നന്നായി വാടി വന്നപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. മുളക് പൊടി കുറച്ചാണ് ഇട്ട് കൊടുത്തു. ഭയങ്കര സ്പൈസി ആവേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു. പക്ഷേ ഉണ്ടായി വന്നപ്പോൾ ഇച്ചിരി സ്പൈസി ആയിപ്പോയി. പിന്നെ അതിൻ്റെ ഇളക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കയ്യിൽ ഒടിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയോ തട്ടി ഒടിഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്ന്. സാധാരണ ഇവരെ തല്ലുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോഴോ അറിയുമ്പോഴൊക്കെയാണ് പൊട്ടാറ്. പക്ഷേ ഒരു റീസൺ ഇല്ലാണ്ട് പൊട്ടിപ്പോയി. പിന്നെ മല്ലിയില ഇല്ല കേട്ടോ നമ്മളുടെ ഇന്നത്തെ ബിരിയാണിക്ക്. മല്ലിയില ഞാൻ വാങ്ങാനും പോയില്ല, ഇല്ലാത്ത കാരണം പിന്നെ മടി പിടിച്ചു വാങ്ങാൻ പോകാൻ. പിന്നെ പുതിന നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കാരണം പോയിട്ട് ഫ്രഷായിട്ട് പുതിന പൊട്ടിച്ച് 3-4 ലീവ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. മഞ്ഞളും ഉപ്പും വിനീഗർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ച് മസാലയൊക്കെ പിടിക്കണ പോലെ എടുത്തു കിട്ടാം. അപ്പോൾ തന്നെ നമ്മളുടെ റൈസൊക്കെ പുറത്ത് വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ടായി. അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് മൂടി വെച്ചു. ബിരിയാണി റെഡി ആയിട്ടാണ്. നെയ്യൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒഴിച്ചൊന്നുമില്ല. പക്ഷേ ബിരിയാണി ആയി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. ഞാൻ ആക്ച്വലി വെച്ച് പഠിച്ചതും കണ്ടതൊക്കെ എൻ്റെ ഉമ്മച്ചിയുടെ പോലെയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മച്ചി വയ്ക്കുകയെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റിലും അതിൻ്റേതായ കറക്റ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ കൊണ്ടുപോയിട്ടൊക്കെയാണ് കേട്ടോ. ഉമ്മച്ചിക്ക് ഒരു സ്പൈസസ് എടുക്കണതിന് ഒരു അളവുണ്ടാവും. ഇപ്പം നമ്മൾ മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ പൊടികളായിട്ട് എടുക്കണതിന് അതിലൊരു സ്പൂണിനൊരു മെഷർമെൻറ്റ് ഉണ്ടാവും. എനിക്കതൊന്നുമില്ല, കിട്ടിയതൊക്കെ ഇടും ചെയ്യും. ഒരു കണക്കും വെക്കില്ല, എടുക്കില്ല, അങ്ങനത്തെ ഒരു വെപ്പാണ് എൻ്റെ. പക്ഷേ എടുത്തു വരുമ്പോൾ ഒക്കെ നന്നാവാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന സാധനം ഇല്ലെങ്കിൽ കറി വെക്കാൻ മടി, തക്കാളി ഇല്ലെങ്കിൽ വെക്കാൻ മടി, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കതൊന്നുമില്ല. തക്കാളി ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ, മല്ലി ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ, അതൊന്ന് വാങ്ങി കഷ്ടപ്പെട്ട് ഞാൻ വെക്കാൻ വെക്കില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വെക്കണമെങ്കിൽ ഉമ്മച്ചി എടുക്കണേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളും ആളുടെ ഫുഡിലുണ്ട്. അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വാലുമ്മ പിടിച്ച പോലെ കുറേ നേരവനുണ്ടായിരുന്നു കേട്ടൊന്ന്. അത് കഴിഞ്ഞ് ആൾ വന്ന് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നും പറഞ്ഞ് ഫ്രൈസ് എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ച്. പിന്നെ കുറച്ച് നേരം എനിക്ക് ക്യാമറ ഒക്കെ ഹാൻഡിൽ ചെയ്ത് തന്നത് അവനായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. പിന്നെ ഞാനൊരു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ബണ്ണിരിപ്പുണ്ടായിട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിനകത്ത് മുട്ട പൊരിച്ച് വെച്ചു. പിന്നെ ഒനിയൻ, ടൊമാറ്റോ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ നൂറിൻ്റെ മയോണൈസ് യൂസ് ചെയ്തു. പിന്നെ ഒരു ചീസ് കുറച്ച് സ്പ്രെഡ് ചെയ്തു, കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 2-3 പീസ് ഫ്രൈസും കൂടെ വെച്ച് കൊടുത്ത് ബർഗർ റെഡിയാക്കിയിട്ടാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കഴിക്കാമെന്ന് വെച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷെ റിച്ച് വേണ്ട കഴിച്ചത്. എന്ത് പറ്റിയാണോ അങ്ങനത്തെ ഫുഡൊന്നും ഇവർ കഴിക്കാറില്ല. ആക്ച്വലി ഭയങ്കര കുറവാണ്. പക്ഷെ ഇപ്പോൾ മുന്നത്തേനേക്കാളും വളരെ ഇമ്പ്രൂവ്ഡായി. കാരണം പുറത്ത് പോയി കഴിഞ്ഞ് ഇവരിടയ്ക്ക് ഷവർമ പറയുന്നുണ്ട്, കട്ട്ലേറ്റ് പറയുന്നുണ്ട്. അതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുതിയതായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഒട്ടും തൊടാറില്ല. ഞാൻ എവിടെ പോകുമ്പോഴും ഇവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുപോകാം. ഈവൻ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്രയും സമയം എടുത്തിട്ടാണ് തിരികെ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചോറോ കഞ്ഞിയോ കൊടുത്തിട്ട് കൊണ്ടുപോകും. കാരണം നമ്മൾ പുറത്തുനിന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ പട്ടിണിയായിരിക്കും. കാരണം ഇവർക്ക് ഒന്നും
പറ്റില്ല. ആ കൂടെ പറ്റുന്നത് ചിലപ്പോൾ ഒരു മാംഗോൻ്റെ ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഒരു ലേസോ, ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് ഒന്നും പറ്റാറില്ല. ഇപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് കഴിക്കണ കാരണം നമുക്ക് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മൊത്തത്തിലൊരു മഴ പിടിച്ച ദിവസമാണ്. മഴയും മഴക്കാറായിട്ട് വീട് ഫുള്ള് ഇരുട്ടായിരുന്നു കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേനും കിച്ചണാകെ ഇരുട്ടായി. എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാ വാഷിങ്ങും എടുത്തു വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതോടുകൂടി തന്നെ കിച്ചൺ ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ഇന്നലെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവർക്ക് കൊണ്ട് കൊടുത്തു. ഇവർ കണ്ട പക്ഷേ ഇങ്ങനെ ഭയങ്കര വാവ് എല്ലാ സംഭവം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. പിന്നെ അകത്ത് പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായില്ല. തലേന്ന് രാത്രി തന്നെ അകം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ഏരിയ പിന്നെ ഞാൻ എപ്പോൾ കുക്ക് ചെയ്ത് ഉച്ചയ്ക്ക് കയറണതിന് മുന്നേ അത് തുടച്ചിട്ടിട്ടാണ് കയറുക. എനിക്കെന്തോ അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിൽ വരും. അത് ചെയ്ത് കഴിയുമ്പോഴാണ് അത് കിട്ടണുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല നമുക്ക്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവൻ ഐസ്ക്രീം കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്, ഇതിപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവായ കാരണം ഞാൻ എന്തെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടോ കാരണം കൊടുക്കാനായിട്ട്. ഹൈഡ് ആൻഡ് സീക്ക് ഒരു പ്ലേറ്റിലിട്ട് കൊണ്ടു കൊടുത്തു. അതിൽ 1-2 കഴിച്ചു, ബാക്കി ബാലൻസ് ഞാൻ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ പഠിപ്പിക്കാനിരുത്താനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നൊന്നും നടന്നൊന്നുമില്ല. പിന്നെ റിച്ചുവിന് ബർഗർ കൊടുത്തു. റിച്ചുവിന് ബർഗർ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുന്നപ്പോൾ റിച്ചുവിന് ഭയങ്കര നാണം വന്ന് ചിരിച്ചിട്ട് എനിക്ക് വയ്യ. അത് കാരണം പിന്നെ ഞാൻ അധികം നേരം നിന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സിറ്റ്സ് എഴുതാൻ വേണ്ടി ഇരുന്നതാ, വിഷമവും സങ്കടം കാരണം എഴുത്ത് വല്ലാണ്ടൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ടാറ്റ ബൈ, ഇറ്റ്സ് മീ ഹെന്ന.